നമസ്കാരം. ടാൻഡം PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞിട്ടുള്ള സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ ഒരു എക്സാം അനാലിസിസുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് ഡിഫിക്കൽട്ട് ലെവലുള്ള എക്സാം എന്ന് പറയാൻ വയ്യ, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം എന്നും പറയാൻ പറ്റാത്ത ഒരു പരീക്ഷയായിരുന്നു ഇത്. എല്ലാ ഭാഗത്തു നിന്നും അത്യാവശ്യം ആവറേജ് നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അത്ര എളുപ്പമുള്ള ചോദ്യമല്ല, ഒരു LGS ലെവലിലേക്കുള്ള ചോദ്യങ്ങളൊന്നും പോയിട്ടില്ല. കുറച്ചുകൂടിയൊക്കെ ലെവൽ കൂടിയിട്ടുള്ള, എന്നാൽ അത്ര ഒരു ടഫ് അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് എല്ലാ ഭാഗത്തുനിന്നും ചോദിച്ചത്. അതിൽ കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഈ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല കടുകട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ IT-യുടെ ഭാഗത്ത് നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് IT-യുടെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചില ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. എല്ലാം ഉത്തരം ശരിയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരു 10ഓളം ചോദ്യങ്ങൾ അത്തരത്തിലുള്ളതുണ്ടായിരുന്നു. ചോദ്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചോദ്യത്തിന്റെ ആൻസറിൽ പറയുന്നുണ്ട് 1ഉം 2ഉം 3ഉം ശരിയാണെന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഓപ്ഷനിൽ 1ഉം 2ഉം 3ഉം ശരിയാണ്, 4 തെറ്റാണെന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പൊ ഇത് ഇത് 2 ഉത്തരമാണ് എന്ന് തോന്നുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആസൂത്രണ കമ്മീഷന് പകരം പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നിട്ടുള്ള സംവിധാനം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്, അത്രയും സിമ്പിൾ ഉത്തരവാണ്. പക്ഷെ അവിടെ ഓപ്ഷൻ Aയിൽ തന്നെ നല്ലൊരു ചതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കെണി വെച്ചിട്ടുണ്ടായിരുന്നു. നീതി സംഹിത എന്ന് പറയുന്ന ഓപ്ഷൻ Aയിൽ ആൻസർ ഉണ്ട്, ഓപ്ഷൻ Bയിൽ നീതി ആയോഗമുണ്ട്. അപ്പോൾ തിരക്കിട്ട് എക്സാം ഹാളിൽ നിന്ന് നീതി കണ്ടിട്ട് ആൻസർ ചെയ്ത ആളുകൾ അത് തെറ്റിച്ചിട്ടുണ്ടാകും. നീതി ആയോഗ് ഓപ്ഷൻ Bയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ Aയിൽ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഈ ഓപ്ഷൻ Aയിൽ ശരിയുത്തരം കണ്ടാൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം എന്തെങ്കിലും കെണി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നീതി സംഹിത Aയിലുണ്ട്, Bയിൽ നീതി ആയോഗ് ഉണ്ട്. ആ തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളുണ്ട്. പിന്നെ എല്ലാ ചോദ്യങ്ങളും ഏകദേശം എല്ലാ ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളും ആവറേജ് ആൻഡ് എബോ ആവറേജ് എന്ന് പറയാം. ബിലോ ആവറേജ് ചോദ്യങ്ങൾ എന്ന് പറയാൻ വളരെ കുറഞ്ഞതേ ഉള്ളൂ. 86-ാം ഭേദഗതിയൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ ഉള്ള അനുച്ഛേദം അങ്ങനെ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്നതല്ല, പക്ഷേ LSC എക്സാമിനൊക്കെ പഠിച്ചവർക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. പിന്നെ ലോഡ് റിപ്പൺ, അത് പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഇതാണ്. ഒരുവിധമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് എല്ലായിടത്തും വന്നിട്ടുള്ളത്, എല്ലാ ഭാഗത്തും വന്നിട്ടുള്ളത്. നമ്മൾ അവസാനം മെയ് മാസം നടത്തിയിട്ടുള്ള റിവിഷൻ സീരീസിലടക്കം ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് മിക്കവാറും പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. പിന്നീട് കറണ്ട് അഫയേഴ്സ് ഒക്കെ അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. മലയാളം ഏറെക്കുറെ എളുപ്പമായിരുന്നു, 1-2 ചോദ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു എന്ന് പറയാം. ഇംഗ്ലീഷ് ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മളൊരു 10th ലെവൽ പരീക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യം തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ചോദിച്ചതൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ അതൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു റേഞ്ച് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചത്. മാത്സിന്റെ ഭാഗത്ത് നിന്ന് അത്ര ഒരു ഡിഫിക്കൽട്ടായുള്ള ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. അപ്പൊ ഏറെക്കുറെ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാം സിമ്പിൾ എന്ന് പറയാൻ വയ്യ, എന്നാൽ ആവറേജ് ക്വസ്റ്റ്യൻ ഉണ്ട്, എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ ഉണ്ട്. ബിലോ ആവറേജ് കുറവാണെന്ന് തന്നെ പറയാം. നന്നായി തയ്യാറെടുത്ത ആളുകൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എന്നാൽ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുകയില്ല, കുറച്ച് കൺഫ്യൂഷനുകൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. സമയക്കുറവ് കാര്യമായിട്ട് ആരെയും അലട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായതുകൊണ്ട് തന്നെ അത്ര കൂടുതൽ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 90 ക്വസ്റ്റ്യന്റെ മുകളിൽ വരെ ആൻസർ ചെയ്യാനുള്ള അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത് മാർക്ക് സ്കോർ ചെയ്യുന്നതിനെ കുറിച്ചല്ല, തെറ്റിദ്ധരിക്കരുത്. അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടാത്ത ആളുകൾ കുറവായിരിക്കും. ഏകദേശം എല്ലാവർക്കും ഒരു 90 ആൻഡ് എബോവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടാകും. പിന്നെ മാർക്ക് സ്കോർ ചെയ്തത് മിക്കവാറും നിങ്ങൾക്കൊരു ഈ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഭാഗത്ത് നിന്ന് 30-ൽ നിന്ന് ഒരു 20 വരെയൊക്കെ ഒരു ശരാശരി എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. 20 മാർക്കൊക്കെ ആ ഭാഗത്ത് സ്കോർ ചെയ്തിട്ടുണ്ടാകും. ബാക്കിയുള്ള GKയുടെ ഭാഗത്ത് നിന്ന് ഒരു 40 to 50 റേഞ്ചിൽ അവിടെയും സ്കോർ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു 70 അറൗണ്ട് മാർക്ക് സ്കോർ ചെയ്ത ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പരീക്ഷയാണിത്. ഒരു 70 അറൗണ്ട് കട്ട് ഓഫ് വരുമെന്നാണ് പ്രതീക്ഷ. സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ്, അതുകൊണ്ട് അതിനേക്കാൾ കൂടാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. എങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ഒരു കൺഫ്യൂഷൻ ലെവലൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു 70 അറൗണ്ട് കട്ട് ഓഫ് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 70 മാർക്ക് കിട്ടിയവർക്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്കറിയാം, നിങ്ങൾക്ക് ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാം, ലാബ് അസിസ്റ്റന്റ് എക്സാം
അടുത്ത മാസം വരുന്നുണ്ട്. മിക്കവാറും ഈ സെക്രട്ടേറിയറ്റ് OA മെയിൻസിൽ ആളുകൾക്കൊക്കെ ആ എക്സാം ഉണ്ടാകും. ഏറെക്കുറെ ഇതേ സിലബസ് തന്നെയാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിലബസ് തന്നെ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ പഠനം നിർത്തേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി നിങ്ങളിപ്പോ ഒരു 60 മാർക്കിലേക്കൊക്കെ പോയ ആളുകൾ ഉണ്ടെങ്കിലും അവർക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ് ലാബ് അസിസ്റ്റന്റ് അല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 50 and above വന്ന ആളുകളൊക്കെ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാബ് അസിസ്റ്റന്റിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് തന്നെ അതിന്റെ അനുബന്ധ വിഷയങ്ങളൊക്കെ ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ലാബ് അസിസ്റ്റന്റ് എക്സാം സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മാസം നമുക്ക് സമയമുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി ടാൻഡം PSC ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ആ കോഴ്സ് 399 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. ഈ റിവിഷൻ സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മാസം കൊണ്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ MCQ റിവിഷൻ സീരീസിന്റെ രീതിയിൽ ഉള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ കാണുന്ന 7034327690 9544166690 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ആയിട്ടോ അല്ലെങ്കിൽ കോൾ ആയിട്ടോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ള ആളുകൾക്ക് ഇനി റെസ്റ്റ് എടുക്കാതെ തന്നെ ഈ ഒരു എക്സാമിന് നിങ്ങൾ തയ്യാറെടുത്ത ആളുകളാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ലാബ് അസിസ്റ്റന്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ അതിന് പറ്റിയ ആളുകളാണ്, നിങ്ങൾ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 70 മാർക്ക് അറൗണ്ട് വരുന്ന ആളുകൾക്കൊക്കെ പ്രതീക്ഷിക്കാം, ലിസ്റ്റിൽ പ്രതീക്ഷിക്കാം. ജോലിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ലിസ്റ്റിൽ പ്രതീക്ഷിക്കാം. ആ രീതിയിൽ ഒരു 2-3 മാർക്കൊക്കെ താഴേക്കോ മുകളിലേക്കോ ഒക്കെ കട്ട് ഓഫിന്റെ സാധ്യത കാണുന്നുണ്ട്. 70 +or-3 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള ഒരു ലെവൽ എക്സാം തന്നെയായിരുന്നു ഇത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.